ഹലോ എവരിവൺ. വേനലവധിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പതുക്കെ മഴക്കാലം തുടങ്ങി, കുട്ടികളുടെ സ്കൂൾ തുറന്നു, കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് തുടങ്ങി അല്ലേ. അപ്പോൾ മിക്ക പാരൻസിനും പറയുന്ന ഒരു മെയിൻ കംപ്ലൈൻ്റ് ആണ്, ഡോക്ടറെ കുഞ്ഞുങ്ങൾ വേനലവധിക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖവും ഉണ്ടാകത്തില്ല, നല്ല ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടിക്കടിയായിട്ട് പനി വരിക, ചുമ വരിക, ജലദോഷം ഉണ്ടാവുക, ഇങ്ങനെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻസ് വരുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് മിക്ക പാരൻസും പറയാറുണ്ട്. അപ്പം എങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ അടിക്കടി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗം വരുന്നത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങളെ കൊണ്ട് ഒന്ന് മേല് കഴിയിപ്പിക്കുക. അഥവാ നിങ്ങൾക്ക് മേല് കഴിയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ കയറിയ ഉടനെ തന്നെ കുഞ്ഞിന്റെ കൈ രണ്ടും ഒരു സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിച്ചോ നന്നായിട്ട് രണ്ട് കൈയും കഴിയിപ്പിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ കൈ കഴുകുന്നത് വഴിയിട്ട് നമുക്ക് നല്ലൊരു ശതമാനം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ, അതായത് 6 മാസമോ അതിൽ താഴെയോ പ്രായമുള്ള പൊടി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അവരെ തൊടുന്നതിന് മുന്നേ കുഞ്ഞുങ്ങളോട് നിർബന്ധമായിട്ടും കൈ രണ്ടും സോപ്പിട്ട് കഴുകാനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം. അതുപോലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്ന അവരുടെ ഷൂ ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ യൂണിഫോം ആണെങ്കിലും എപ്പോഴും വീട്ടിൽ വരുമ്പോഴത്തേക്കും ഉടനെ തന്നെ അത് രണ്ടും അഴിച്ച് മാറ്റി വെക്കുക. ഇപ്പൊ ഷൂ ആണെങ്കിൽ വീടിന് പുറത്ത് വെക്കുക, വീട്ടിന്റെ അകത്തേക്ക് ഷൂ ഇട്ടുകൊണ്ട് വരാൻ സമ്മതിക്കാണ്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ യൂണിഫോം ആണെങ്കിലും അത് സെപ്പറേറ്റ് ആയിട്ട് കഴുകാനുള്ള ഇടത്ത് മറ്റു തുണികളുമായിട്ട് മിക്സ് ചെയ്യാണ്ട് സെപ്പറേറ്റ് ആയിട്ട് എവിടെയെങ്കിലും കഴുകാനുള്ള എടുത്ത് മാറ്റി വെക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മുടെ കുഞ്ഞിന് അഥവാ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് എന്തെങ്കിലും പനിയോ ചുമയോ അല്ലെങ്കിൽ ജലദോഷമോ പോലെയുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കുഞ്ഞിന് അഥവാ വരികയാണെങ്കിൽ കുഞ്ഞുങ്ങളെ അത് മാറുന്നത് വരെ ആദ്യത്തെ ഒരു 2 ദിവസം സ്കൂളിൽ വിടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളങ്ങനെ വിടാതിരിക്കുന്നതിലൂടെ മറ്റ് കുഞ്ഞുങ്ങൾക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്കൊരു പരിധി വരെ തടയാനായിട്ട് പറ്റും. അത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞിന് ഇനി ഇതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പുറത്തു പോകുമ്പോൾ പബ്ലിക് സ്പേസിലൊക്കെ പോകുമ്പോഴത്തേക്കും എപ്പോഴും കുഞ്ഞുങ്ങളെ ഒരു മാസ്ക് വയ്ക്കുന്ന ഒരു ശീലം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾ പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒന്ന് ചുമക്കുകയോ അല്ലെങ്കിൽ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് ഈ ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ നമ്മുടെ കൊച്ചുകുട്ടികളെ, ഒരു 3 വയസ്സ് കഴിഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങൾ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ വാ പൊത്തി പിടിക്കാനായിട്ട് നമ്മൾ പഠിപ്പിച്ചിരിക്കണം. അതുപോലെ ചില അമ്മമാരിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, കുഞ്ഞുങ്ങളുടെ മൂക്കൊക്കെ ഒലിക്കുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അവരുടെ സാരിയുടെ തുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ ഡ്രസ്സിന്റെ ഷോൾ കൊണ്ടോ ഒക്കെ കുഞ്ഞുങ്ങളുടെ മൂക്ക് തുടച്ചിട്ട് കൊടുക്കും. അപ്പോൾ അവരുടെ ഡ്രസ്സിൽ അതുണ്ടാവും, അവരെവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോഴത്തേക്കും ആ ഇരിക്കുന്ന പ്രതലത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ആ ഒരു ഇൻഫെക്ഷൻ കിട്ടുകയും ചെയ്യും. അപ്പൊ എപ്പോഴും കയ്യിലൊരു വൃത്തിയുള്ള തൂവാല കരുതുക. അതല്ലെങ്കിൽ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ സ്വന്തം കൈ കൊണ്ട് ഇങ്ങനെ പൊത്തി പിടിക്കാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുക. അടിക്കടി ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കൂടുമ്പോഴത്തേക്കും ഹാൻഡ് വാഷ് ചെയ്യാൻ പറയുക കുഞ്ഞുങ്ങളോട്, കൈ വൃത്തിക്ക് കഴുകാൻ പറയുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് നല്ല ആരോഗ്യം വെച്ചാൽ മാത്രമേ നല്ല രോഗപ്രതിരോധ ശേഷി മക്കൾക്ക് ഉണ്ടാവുകയുള്ളൂ. നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിലേ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ. അഥവാ നമ്മുടെ ശരീരത്തിൽ രോഗം വന്നാൽ തന്നെ അതിന് വേണ്ട രീതിയിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് അത് വലിയ ന്യൂമോണിയോ അല്ലെങ്കിൽ വലിയ കൂടിയ ഇൻഫെക്ഷനിലോട്ടൊന്നും പോകാത്ത രീതിയിൽ ചെറിയ മരുന്നൊക്കെ എടുക്കുമ്പോൾ തന്നെ അത് കുറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു രോഗപ്രതിരോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ടും ടൈം ടു ടൈം അവർക്ക് വേണ്ട വാക്സിനേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴേക്കുള്ള കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ കറക്റ്റ് സമയത്ത് നമ്മൾ അവർ വാക്സിനേഷൻ കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.